രഹസ്യത്തിൽ അള്ളാനെ പേടിക്കാത്തതാണ് മരിക്കുമ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കാനുള്ള കാരണം. ഇത് നമ്മളെ വിഷയത്തിൽ നല്ല ടച്ചുണ്ട്. നമ്മൾ വെളിച്ചത്തിൽ ഈമാനുണ്ട്, ഇരുട്ടത്ത് ഈമാനില്ല. രാത്രി ഈമാനില്ല, പകൽ ഈമാനുണ്ട്. ആൾക്കൂട്ടത്തിൽ ഈമാനുണ്ട്, ആൾമറയത്ത് ഈമാനില്ല. കതക് തുറന്നാൽ ഈമാനുണ്ട്, കതകടഞ്ഞാൽ ഈമാനില്ല. പുതപ്പിനുള്ളിൽ ഈമാനില്ല. തെറ്റുകൾ തെറ്റല്ലാതായി, കുറ്റങ്ങൾ കുറ്റമല്ലാതായി മാറി. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് തെറ്റിന്റെ സീരിയസ് നമ്മൾക്ക് കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ എത്ര പെണ്ണുങ്ങളെ കണ്ടു? ഇന്ന് പെണ്ണുങ്ങൾ എത്ര ആണുങ്ങളെ കണ്ടു? ഇന്ന് ഞാൻ എത്ര ആണുങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങി? കഴിഞ്ഞ കല്യാണത്തിന് എത്ര ആളുകൾ കാണണമെന്ന് ഞാൻ വിചാരിച്ചു? എത്ര ആളുകൾ കണ്ടതിൽ ഞാൻ ആശ്വസിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ലാ തഉമനന്ന യാ സാഹിബദ്ദംബി മിൻ സൂഇ ആഖിബത്തി ദംബിക. നീ ചെയ്ത തെറ്റല്ലടാ വലുത്, നീ ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റ്. നീ തെറ്റു ചെയ്ത നേരം നീ അവഗണിച്ചു തള്ളിയ, നീ നെവർമെന്റ് ചെയ്ത പടച്ചവനും മുത്തുനബിയും മലായിക്കത്തുകളും അവരെ നീ പരിഗണിച്ചില്ലടാ. നീ ചെയ്ത തെറ്റാണത്. നീ ചെയ്ത തെറ്റിന്, നീ തെറ്റു ചെയ്തതിന് ശേഷം നിനക്കാനന്ദം, ആമോദം, വല്ലാത്ത സന്തോഷം, ഒരു ഖേദത്തിന്റെ തരിമ്പുമില്ലെങ്കിൽ ആ സന്തോഷം നീ ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണടാ. നിനക്കൊരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, അവസരം ലഭിക്കണമെന്ന് വിചാരിച്ച് ചാൻസ് ഒക്കാതിരുന്നപ്പോൾ ആ തെറ്റ് ചെയ്യാതിരുന്നതിൽ നിനക്കുള്ള സങ്കടം, നീ ആ തെറ്റു ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുന്ന തെറ്റിനേക്കാളും വലിയ തെറ്റാണടാ. എന്റെ ഉള്ളിൽ ഒരു തരിമ്പും പടച്ചോല്ല. പറ്റിപ്പോയല്ലോ എന്ന് തോന്നിയില്ല, കഴിച്ചിലായല്ലോ എന്ന് തോന്നിയില്ല. അവസാനം ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, വഖൗഫുക റീഹ. നീ എന്തെങ്കിലും ഒരു അശ്ലീലം തെറ്റോ കുറ്റമോ ചെയ്യുമ്പോ കാറ്റടിച്ച് വിരിനീങ്ങുമോ എന്ന് നിനക്ക് കാറ്റിനെ പേടിയാണ്. കാറ്റടിച്ച് കതക് തുറക്കുമോ എന്ന് പേടിയാണ്. ഏതെങ്കിലും കുട്ടി വന്നിട്ട് കതക് തള്ളുമോ എന്ന് നിനക്ക് പേടിയാണ്. എന്നാൽ നിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, നിന്റെ മിടിപ്പറിയുന്ന, നിന്റെ പൾസറിയുന്ന ജഗനിയന്താവായ അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു ശ്രദ്ധ, എന്നൊരു പേടി, ആ പടച്ചവൻ എന്നെ കാണുമോ എന്നൊരു പേടി നിനക്കില്ലാത്തതാണ് നീ ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അല്ലാഹ്